കഴിഞ്ഞ ദിവസം ഈ മമ്മൂട്ടിയും സിദ്ദിഖിനെയും കൂടെ ഒരു സ്റ്റേജിൽ കാണാൻ സാധിച്ചു. അവിടെ നസ്ലിൻ എന്ന് പറഞ്ഞ ഇടയായി. നസ്ലിൻ എന്ന് പറഞ്ഞ നടൻ ഇടയ്ക്ക് കയറി വന്ന് എല്ലാവർക്കും ക്ഷയിക്കാൻ കൊടുക്കുന്നു. സിദ്ദിഖ് ഇങ്ങനെ കാണിക്കുക, എപ്പോഴും ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ. വളരെ മാന്യനായതുകൊണ്ട് മാന്യമായിട്ടേ ഇരിക്കത്തുള്ളൂ, വെള്ള ഉടുപ്പ് ഇടത്തുള്ളൂ. റെഗുലേറ്റഡ് ഉടുപ്പ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. മമ്മൂട്ടി ഇവൻ്റെ കൂടെ ഇരിക്കുന്നു ഇങ്ങനെ. എന്നിട്ട് ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നവുമില്ല. എനിക്കറിയാത്തതല്ലോ, ഇവനെ വിളിച്ചു വരുത്തുന്നതാണോ അതോ ഇവന് ഉടുപ്പില്ലാതെ കയറി വരുന്നതാണോ? വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇയാളെ ഇപ്പോൾ ദിലീപിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ദിലീപിനെതിരെ ഇത്തരത്തിലുള്ളൊരു ആരോപണം വന്നതിന് ശേഷം ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി, പിന്നെ തിരിച്ചെടുക്കുമോ, പിന്നെ അത് കഴിഞ്ഞ് മലത്തി അടിക്കുമോ, ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിലീപിനോട് കാണിച്ച ഒരു സമീപനം അല്ല ഇവരുടെ കാര്യത്തിൽ സിദ്ദിഖിനോടുള്ളത്. സിദ്ദിഖിനോട് കുറച്ചുകൂടി ഒരു മൃദു സമീപനമുണ്ട്. എല്ലാവരും സിദ്ദിഖിനെതിരെയുള്ള ഈ പരാതി, ആ പെൺകുട്ടിയുടെ കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹണി റോസിനോട് ചെയ്തതുപോലെ തന്നെ പരിപാടി ഇവിടെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ആ പെണ്ണിനോടാ ആവള് ശരിയല്ലെന്ന് പറഞ്ഞത്. സിദ്ദിഖ് അങ്ങനെ സ്ഥലത്ത് വരാൻ പാടില്ലായിരുന്നു. മാത്രമല്ല അവള് എവിടേക്കോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അല്ലാതെ പണ്ടെങ്ങാണ്ട് പഠിക്കുന്ന കാലത്ത് കൊച്ച് ഉഴപ്പായിരുന്നോ, പഠിക്കില്ലായിരുന്നോ, ബി ഗ്രേഡ് ആയിരുന്നു കിട്ടിയത്, എ ഗ്രേഡ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എ പ്ലസ് കിട്ടാത്തതുകൊണ്ട് അവള് പോരെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ശരി. അത് പഴയ എവിടെയെങ്ങാണ്ട് നിന്റെ ചൈനയിലെങ്ങാണ്ട് പഠിക്കാൻ പോയപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റോ അവരുടെ ടെർമിനേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പേപ്പറും പൊക്കി എടുത്ത് നടപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നി മറ്റേ ഹണി റോസിന്റെ ഡ്രസ്സ് ശരിയല്ലെന്ന് പറയുന്ന പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാവുന്ന, അതാണ് ഇവര് പഠിച്ചു വെച്ചേക്കുന്നത്. ആ പഠിച്ചു വെച്ചേക്കുന്നതിനോട് മമ്മൂട്ടിക്ക് ഇരിക്കാൻ നാണം ഉണ്ടോ? മമ്മൂട്ടി മോശം വസ്ത്രം ധരിച്ച് വന്നതുകൊണ്ട് ഇത് ഓക്കെ ആണെന്നുള്ള പോലെയാണോ ഇവര് പറയുന്നത്? അതായത് മോശം വസ്ത്രമല്ല അല്ലെന്ന്, ഇവിടുത്തെ നോർമൽ പറയുന്ന വസ്ത്രമല്ല ഇവരിട്ടേക്കുന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ല, ഈ പറയുന്ന വസ്ത്രം ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഹണി റോസ് ഇട്ടു എന്ന് പറയുന്ന മോഡസ്റ്റി കീപ്പ് ചെയ്തില്ല എന്നുള്ള അതാണുള്ള വിഷയം. ഇവര് പറയുന്ന വസ്ത്രം ധരിച്ചില്ല എന്ന് മാത്രമല്ല, ഇവളുടെ സൗകര്യത്തിനുള്ള വസ്ത്രം ഇട്ട് വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ഈ സ്ത്രീക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. എന്ത് ഡബിൾ മീനിങ് ജോക്കുകൾ കേൾക്കേണ്ടി വരുന്നു, ഇവരെ ഭയങ്കര ഇകഴ്ത്തി സംസാരിക്കുന്നു, ഭയങ്കര മോശം എക്സ്പീരിയൻസ് ഇവർക്ക് ഉണ്ടാകുന്നു, ഇവർ ബുദ്ധിമുട്ടിലാകുന്നു, ഇവർ പരാതി കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പറയാം, അത് കുഴപ്പമില്ലെന്നാണ് ഇവർ പറയുന്നത്. അതോ എന്നാൽ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ശരിയല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഹണി റോസിന്റെ ഡ്രസ്സ് ശരിയല്ലെന്ന്. അങ്ങനെയല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇത് ഹണി റോസിനോട് മാത്രമല്ല ബോച്ച പറഞ്ഞേക്കുന്നത്, ഏത് വേഷം ഇട്ട് വന്നാലും ബോച്ച ഇത് തന്നെ പറയും. പ്രായ, മത, ജാതി ഭേദ, ഭാഷ, രാജ്യഭേദമന്യേ ആര് വന്നാലും ബോബി ജമൻ തന്നെ ഈ ഊള ഇതാ പറയുന്നത്. ബോബിക്ക് കമ്പി പറയാൻ അറിയുള്ളൂ, ഒന്നും അറിയത്തില്ല. കമ്പി. എന്നിട്ട് കുറച്ച് ചാരിറ്റി കാശ് ഈ പറഞ്ഞ പോലെ ടാക്സ് എക്സംഷനൊക്കെ കിട്ടുന്നതുകൊണ്ട് അതുപോലത്തെ കുറേ പരിപാടിയൊക്കെ കാണിച്ച് അതും ഇവർ ഈ കോടീശ്വരന്മാരുടെ ചാരിറ്റി മൊത്തം ഇതാണ്. ഏത് കുറച്ച് ബ്ലാക്ക് മണി വൈറ്റ് ആക്കൽ പരിപാടികൾ, അതുപോലെ തന്നെ ഈ ഗുഡ് വില്ല്, ഇത് ടോട്ടലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിംഗ് ആണ്. പബ്ലിസിറ്റി, ഗുഡ് വില്ല് കൂടുന്നു, പിന്നെ അതുപോലെ തന്നെ എക്സംഷൻ കിട്ടുന്നു, കുറച്ച് കള്ളപ്പണം അതോടെ ഇതൊക്കെ തട്ടിവിട്ടാൽ കിട്ടുന്ന ലാഭം അല്ല. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വൃത്തിക്ക് പരിപാടി അവതരിപ്പിച്ചത് നഷ്ടമാണ്. അത് അതിനകത്ത് കുറച്ച് കലക്കുന്നതായി കാണുന്നത്. ഇത് എല്ലാ ബിസിനസ്സുകാരുടെ കയ്യിലും ഉണ്ട് ഇത്തിരി പരിപാടികൾ. അവരിടയ്ക്കിടയ്ക്കൊക്കെ ഈ ചുറ്റുവട്ടത്തും അവിടെയൊക്കെ ചെന്ന് പണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആജി മസ്താനോ ആരാണ്ട് എല്ലാവരും ഈ പറഞ്ഞല്ലോ ദാവൂദ് ഇബ്രാഹിം അടക്കം ചാരിറ്റി ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യും. അത് അവരുടെ ആവശ്യം, അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്, അവർക്കാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഗുണം. RSS പോലും പല സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാം ചെയ്യും, എല്ലാവരും ചെയ്യും. RSS പോലൊരു സംഘടനയെ ഈ പറഞ്ഞ തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഒരു സംഘടനയുടെ കീഴിൽ മറ്റേത് നടക്കുന്നുണ്ട്, ഏത് ചാരിറ്റി നടക്കുന്നുണ്ട്. അത് ഇതാ പരിപാടി. ഇവർക്ക് കുറച്ച് എക്സംഷൻ ഉണ്ട്, ഇത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അത് മാത്രം, അതുകൊണ്ടുള്ള ലാഭം എന്ന് പറയുന്നത് ഇതിന്റെ പബ്ലിസിറ്റിയും കിട്ടുന്നു, ഇങ്ങനെ എക്സംഷൻ കിട്ടുന്നു. കള്ളപ്പണം കൂടുതലുള്ളവർക്ക് കൂടുതൽ ചാരിറ്റി ചെയ്താൽ കൂടുതൽ ലാഭമാണ്. ഈ RSS ഒക്കെ അരിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നേ, അരി കൊടുത്തിട്ട് ചിലർക്ക് അരി കൊടുക്കും, ചിലർക്ക് വായിക്കരി കൊടുക്കും, ഒന്നിട്ടാണെങ്കിലും അരി കൊണ്ടേ കൊടുക്കും. അപ്പൊ ഇയാളിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായി ബോജെ എന്നാണ്ട് പറയാ. എന്താണോ ഈ വാണങ്ങളുടെ താരമാണ് ഇവരൊക്കെ. ഇവിടുത്തെ ഏറ്റവും ലോ ക്ലാസ് ചിന്താഗതിയുള്ള ആളുകളുണ്ട്.
ഇതെന്ന് പറഞ്ഞാൽ ഏത് വീട്ടിൽ ജനിച്ചു, ഏത് സ്ഥലത്ത് ജനിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം വിദ്യാഭ്യാസമുണ്ട്, അല്ലെ അങ്ങനെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല. ഒരു തറ മെൻറ്റാലിറ്റി ഉണ്ട്, തലയ്ക്കകത്തില്ലാത്തൊരു സാധനമുണ്ട്. അതില്ലാത്ത ആളുകളുടെ താരങ്ങളാണ് ബോജെ, സബ്സ്റ്റാൻഡേർഡ് ആളുകളുടെ താരമാണ് ബോജെ, മോഹൻലാൽ, ഇങ്ങനെയുള്ളതൊക്കെ. അതിനിടയിൽ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞവന് നാണം ഉണ്ടോടാ നിനക്ക്? ഈ സിദ്ദിഖിനെ പോലത്തവനെയൊക്കെ വിളിച്ചുകൊണ്ട് നിർത്തുമ്പോൾ ഉളുപ്പില്ലാതെ വന്ന് അവിടെ ഇരിക്കാൻ. എനിക്കതറിയാത്ത ഇവന്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെ പിറ്റേ ദിവസം അവനെ വീട്ടിൽ വിളിച്ച് കയറ്റു പോകും. സിദ്ദിഖിനെ കൂടെ പിടിച്ചിരുത്തിയല്ലോ. പിന്നില്ല, വലിഞ്ഞു കയറി വരുന്നതാണോ എനിക്ക് സംശയമുണ്ട്. ഇവന്റെ ഇളിയൊക്കെ കണ്ടിട്ട് ഇവനെ നാണം ഇല്ലാത്തവനാന്ന് തോന്നുന്നു. ഒരു ഉളുപ്പില്ല. ആണെ പോലും അങ്ങ് മാറ്റി നിർത്തണം ശരിക്കും ഈ ഘട്ടത്തിൽ. പറയണം ഇങ്ങനെ വരണ്ട, അവിടെ അങ്ങനെ ഇരുന്നൂടെ, നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്, നിനക്ക് ഓൾറെഡി പ്രശ്നങ്ങളാണ്, നമ്മളെ കൂടെ നാട്ടിക്ക് ഇറങ്ങിയേക്കുവാണോ എന്ന് ചോദിക്കും. കാരണം മമ്മൂട്ടിക്ക് ഇയാൾക്കൊക്കെ അത്രയ്ക്ക് സൗഹൃദമാണ്, ഇവർ തമ്മിൽ ഇതേ കണക്ഷൻ ഉണ്ട്. അങ്ങനെ സംശയിക്കത്തുള്ളൂ. ഒരേ തൂവൽ പക്ഷികളായിരിക്കും, മനസ്സിലായല്ലേ? പിടിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും ഇവനൊക്കെ ഇങ്ങനെ നീറ്റായിട്ടിരിക്കുന്നത്. മറ്റവൻ പിടിക്കപ്പെട്ടപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അതായത് ഇതിനർത്ഥം മറ്റൊരുക്ക് ഇതൊക്കെ തന്നെയാണ്. ഈ പരാതി കൊടുത്ത പെങ്കൊച്ചിനോട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവര്? അതായത് ഈ നാട്ടിൽ പരാതി കൊടുത്തിട്ടുള്ള മറ്റു സ്ത്രീകളുണ്ട്, ഇത്തരം പരാതികൾ കൊടുത്തിട്ടൊക്കെയുള്ള മറ്റു സ്ത്രീകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ പരാതി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ടാവും. ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്താണ്? ഇങ്ങനെ ഇത്ര പീഡന കേസിൽ പ്രതിയായ ആള് പോയി ജാമ്യമൊക്കെ എടുത്ത് തിരിച്ചു വന്നിട്ട് മമ്മൂട്ടിയുടെ കൂടെ പോയി പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ മെസ്സേജാണ് മമ്മൂട്ടി പറയാതെ പറയുന്നത്. ആ മെസ്സേജാണ് കോടതി ഉദ്ദേശിക്കുന്നത്. ഇയാൾക്കൊക്കെ ഒളിവിൽ പോകുന്നു, പോലീസ് ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതേ മെസ്സേജ്. എങ്ങനെ പെണ്ണുങ്ങളൊന്നും വന്ന് പറയണ്ട ഇക്കയെ പറ്റി. ഇക്ക വിളിച്ച് പറഞ്ഞാൽ മറ്റവരെ അറസ്റ്റ് ചെയ്യുമെന്ന് അറിയാമല്ലോ. ചക്ക എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞു, ഇക്ക വിളിച്ച് പറഞ്ഞപ്പോൾ ആറാടനെ കൊണ്ട് ഇക്ക വലിയ ഷൈൻ ചെയ്ത് വരുവാന്ന്. ഇക്കയ്ക്ക് ഉളുപ്പില്ലാതെ ഷൈൻ ചെയ്യാൻ നോക്കിയതാ നൈസായിട്ട്. എങ്ങനെയോ ഇക്ക അങ്ങ് വല്ലാണ്ടങ്ങ്. പക്ഷെ ഞാൻ ആ കയറി ഇറങ്ങിയപ്പോൾ തന്നെ പോസ്റ്റർ ഇട്ടാന്ന് കേട്ടോ. ഈ കേസ്, പഴയ കേസ് ഗൂഗിളിൽ കിടപ്പുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് ഏതാണ്ട് ഒരു പാത്രത്തിനകത്ത് കിടപ്പുണ്ട്. ഇങ്ങനെ ഇവനെതിരെ പരാതി ഉണ്ടാകുന്നു 2021 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഞാൻ പോസ്റ്റ് ഇട്ട് നോക്കി. അതൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ആൾക്കാർ. ഇവൻ അത്ര നീറ്റൊന്നുമല്ല, ഇവനെ പറ്റിയുള്ള പരാതിയൊക്കെ ഉണ്ട്, ഇവനാണ് എന്നെ പറ്റി ഈ പരാതി പറയുന്നതെന്നും പറഞ്ഞുകൊണ്ടൊക്കെ. അവൻ അത്രയൊക്കെ ഉള്ളെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവന് ഈ മമ്മൂട്ടിക്ക് എന്തോ ഇതിന്റെ കേടാന്നല്ലേ. മമ്മൂട്ടി വലിയ മാന്യനാ, മമ്മൂട്ടി ഭയങ്കര മറ്റടുത്തവനാ. എമ്പതി. പിന്നെ അവന്റെ കുറെ കുണച്ച വർത്താനങ്ങളുണ്ട്. ഇപ്പൊ പുള്ളി ശ്രദ്ധിച്ചത് സിദ്ദിഖിനോടുള്ള പുള്ളി എമ്പതി ആയിരിക്കും പുള്ളിക്ക് വർക്ക് ചെയ്തത്. പാവം സിദ്ദിഖ്. അല്ല ഇവൻ വലിയ വർത്താനമാണ്. സിദ്ദിഖ് ഈ കേസിൽ പ്രതി അല്ലെങ്കിൽ ഈ പാവം സിദ്ദിഖ് ഒരുപാട് കാലം വിഷമിച്ചിരിക്കില്ലേ? ഈ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അറിയില്ലല്ലോ, ഇയാളാണെങ്കിൽ ഞാൻ അറിയുമല്ലോ, ഇയാളാണെങ്കിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ പിന്നെ ഇയാളുടെ കൂടെ നിന്നേക്കാം. നന്ദിയുണ്ട്. എമ്പതി ഇവിടെ ഇറക്കിയേക്കാം. നന്ദിയുണ്ട്. അതെ, അല്ലെങ്കിൽ എങ്ങനെ ഇത് പറ്റുന്നത്? അല്ലെങ്കിൽ കൗമുകൾ തമ്മിൽ ഒന്നു ചേർന്നാണോ? ഏത് ഈ മറ്റേ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അത് പഠിപ്പിച്ചു വിടുന്ന ഒരു സാധനമാണ്. ആ പുസ്തകത്തിലുള്ളതാ. ആ യൂണിറ്റ് ബി നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ സഹോദരന്മാരാണ്. മനസ്സിലായില്ലേ? നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ രണ്ടുപേരും മുസ്ലിംസ് ആണെങ്കിൽ വി ആർ ബ്രദേഴ്സ്. അപ്പൊ മുസ്ലിംക്ക് മൊത്തം നാണക്കേടാണ്. ആ സാധനം ഇനിയിപ്പോ അതാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം പള്ളിയിലൊക്കെ പോകുന്ന കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ശരിയാ, പുള്ളി നിസ്കരിക്കുന്ന ഇടത്തോട്ട് മുണ്ട കൊടുത്ത് പള്ളിയിലൊക്കെ പോകുന്ന നിസ്കരിക്കുന്ന വീഡിയോ ഒക്കെ വരാറുണ്ട്. നിസ്കരിക്കുന്ന വീഡിയോ ടിവിയിലും വരാറുണ്ട്. ആ കൈരൾ ടിവിയിലാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. വലിയ പബ്ലിസിറ്റി അങ്ങനെ വലുതായിട്ട് കൊടുക്കുന്നൊന്നുമില്ല, എന്നാൽ പോലും ഇടയ്ക്ക് കാണാം പുള്ളി ഇങ്ങനെ നിസ്കരിക്കുന്നതൊക്കെ. അതെന്താന്ന് അറിയാമോ? അത് ഈ മമ്മൂട്ടി ഇടതുപക്ഷക്കാരൻ. സിദ്ദിഖ് നിസ്കരിക്കുന്ന വീഡിയോ ഒന്നും ഇല്ലേ? സിദ്ദിഖ് നിസ്കരിക്കൽ കുറവായിരിക്കും, നിസ്കരിപ്പിക്കലാന്ന് തോന്നുന്നു. ഇക്കല്ലേ ഇക്കടെ സീൻ അറിയാൻ പാടില്ലേ? ഇക്കടെ സീനിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇക്ക ഈ പ്രധാന റോളിലോട്ട് വരുന്ന ഒരു സീനുണ്ട് മലയാള സിനിമയിൽ. ഇങ്ങനെ പുള്ളി ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ കയറി വരികയാണ്. ഓരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ പുള്ളി സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റിയില്ലോ. പുള്ളി ഇങ്ങനെ മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട സഹനടനായിട്ട് തുടരുകയാണല്ലോ. ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന ജൂനിയർ ആർട്ടിസ്റ്റാണ് സിദ്ദിഖ്. മുതിർന്ന ജൂനിയർ ആർട്ടിസ്റ്റായ സിദ്ദിഖിനെ മുതിർന്ന നായകനായ മമ്മൂട്ടി, മുതിർന്ന സീനിയർ ആർട്ടിസ്റ്റ്, മുതിർന്ന അലിൻ ജോസ് പെരേര. അപ്പൊ ഇങ്ങനെയുള്ള ഇദ്ദേഹം പതുക്കെ ഈ സംഘടനക്കകത്തൊക്കെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്ക് തോന്നുന്നു സിദ്ദിഖ് പഴയ ടിനി ടോം അല്ലേ? ടിനി ടോം സിദ്ദിഖ് ഏകദേശം ഒരുപോലെ. സിദ്ദിഖ് ഇതുപോലെ സ്വരങ്ങളൊക്കെ അനുകരിക്കുന്ന പാർട്ടിയാണ് സ്വന്തം സ്വരത്തിലൊക്കെ. അതിനകത്ത് ഭയങ്കര പ്രശ്നമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇയാൾ പാട്ട് പാടും. താനത് കേട്ടിട്ടുണ്ടോ? എൻ്റെ ആളി അന്യായമാണോ? സിദ്ദിഖിന്റെ പാട്ടുകൾ കേൾക്കണം. ഇയാളുടെ അത്രയും വരുമോ? നമ്മുടെ ഇവന്റെ നാദൃശയുടെ അത്രയും? നാദൃശ സിദ്ദിഖ് കട്ടക്ക് വിട.
പക്ഷെ മനോജ് കെ ജയൻ കുറച്ച് പാടുന്നുണ്ട് കേട്ടോ. ആ മനോജ് വലിയ ശല്യം ഇല്ലാതെ പാടും. മനോജ് കെ ജയൻ അത് മറ്റേ അണ്ണൻ പറയുന്ന പോലെ ബോൺ സിംഗറാണ്. ബോൺ സിംഗറാണ്, മെത്തേഡ് സിംഗർ ആയിരിക്കും. സിംഗറാണ്. ഇവരെന്താ സാധനത്തിന് ഇവരേല് നാദർഷയുടെ പൊള്ളി. നാദർഷ ശരിക്കും മറ്റേ ഈ നമ്മുടെ ന്യൂസ് റീഡർ അല്ലേ, മറ്റേ ന്യൂസ് റീഡർ എന്താ മറുനാടൻ മലയാളി ന്യൂസ് വായിക്കുന്ന പോലെ കുറ്റം പറയുമല്ലോ, പിഴപ്പ്, കുറ്റമല്ല പിഴപ്പ് പറയുമല്ലോ ന്യൂസ് വായിക്കുന്ന പോലെ. അതായത് അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോയെന്നുള്ളത് ന്യൂസ് വായിക്കുന്ന പോലെ പറയും. അവര് തമ്മിൽ അവിഹിതമുണ്ട്, അവര് തമ്മിൽ അവിഹിതമുണ്ട്, ഈ ലൈൻ പിടിക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു പാട്ടുകാരനായിട്ട് അങ്ങ് 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 പൊളിക്കാ പുള്ളി സ്റ്റേജില്. ഏത് രാധ ഭയങ്കര പാട്ടാണ്, സിംഗറാന്ന് പറയണ പുള്ളി. മനസ്സിലുണ്ടോ? പുള്ളി സിംഗറാന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പാട്ടുകാരനാണെന്നായിരുന്നിരിക്കും ആഗ്രഹം, പക്ഷെ മിമിക്രി ആർട്ടിസ്റ്റ് ആയി പോയി. അത് കഴിഞ്ഞ സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു. പിന്നെ സിനിമ സംവിധാനം ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് ചെയ്തു. ശരിക്കും ഗായകനാകേണ്ട ആളായിരുന്നു ആഗ്രഹം. അതാണ് ശരിക്കും യേശുദാസ് ആവേണ്ട ആളാണ് ശരിക്കും കേരളത്തില്. ഗമകങ്ങളൊക്കെ കേട്ടാ കരഞ്ഞു പോവും. ഈ സിദ്ദിഖാണെങ്കിൽ കുറെ സിനിമയിൽ ഇങ്ങനെ ഒരേപോലത്തെ രീതിയിൽ കാണിക്കുന്നുണ്ട്, പല അഭിനയമാന്നൊക്കെ പറഞ്ഞ് കുറെ റോൾ ചെയ്യുന്നുണ്ട്. ഈ സിദ്ദിഖ് ഞാൻ പറയാം, വേറൊരാള് ഈ പറഞ്ഞ എന്താ പറയാ, ഷാജോൺ. ഷാജോൺ ഇതുപോലത്തെ ഒരു നടനാ. വേറൊരു കാര്യമുണ്ട്, എല്ലാ പടത്തിലും കാണും. ഈ ഷാജോൺ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോഴത്തെ സിദ്ദിഖ, ഇപ്പോഴത്തെ സിദ്ദിഖുണ്ട്. അതാരാന്നറിയാമോ? അതെക്കാണ് എന്ന് പറയുന്ന മറ്റേ നടനില്ലേ, ആ നടന്റെ വേറൊരു വേർഷനാണ് ഈ സിദ്ദിഖ്. പക്ഷെ സിദ്ദിഖ് അവനൊക്കെ കൂടുതൽ സിനിമ കയറിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഇയാള് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ, അല്ല സിദ്ദിഖ് പണ്ടോട്ടേ ഉണ്ടെന്നേ, ഈ നായകന്റെ കൂടെ നടക്കുന്ന ആളാണല്ലോ പുള്ളി. വാല് ഇങ്ങനെ പുറകെ നടക്കാണ്, അത്രയൊക്കെ റോൾ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ അതേ കിട്ടിയിട്ടുള്ളൂ. സൈഡിൽ നിന്ന് കിടന്ന് ഇങ്ങനെയൊക്കെ കാണും, കുറെ നമ്പറൊക്കെ കാണിക്കും, കുറച്ച് കോമഡിയൊക്കെ കാണിക്കും, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ജഗദീഷിന്റെയോ മുകേഷിന്റെയോ അല്ല ആ കാലഘട്ടത്തിലെ മറ്റൊരാളുടെ റേഞ്ചിലെത്താൻ പറ്റാത്തൊരു നടനാ സിദ്ദിഖ്. ഇങ്ങനെ നിന്ന് അങ്ങ് സൈഡിൽ അങ്ങ് നിൽക്കുക കയറി, ഇതേപോലെ വലിഞ്ഞു കയറി വരുന്നതായിരിക്കും അല്ലേ, എല്ലായിടത്തും അങ്ങ് ചെല്ലുമായിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അല്ല ആ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ പുള്ളി ഇക്കായി മാറിയ ഒരു സാധനം അറിയാമോ? സിദ്ദിഖായിരുന്നു പുള്ളി. സിദ്ദിഖ് ഇക്കായി മാറുന്നുണ്ട്, പിന്നെ ഇക്ക മാത്രമായി മാറുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ഇതിന്റെ ഇടയിൽ. പിന്നെ ഇയാളിങ്ങനെ വളർന്നിങ്ങനെ വരുന്നു. അപ്പൊ അതാണ് മറ്റേ നമ്മുടെ ദിലീപ് ഈ കേസിൽ പ്രതിയല്ല എന്നൊക്കെ പുള്ളി പറയുന്നത് അങ്ങനെയാ. പുള്ളി ചെന്ന് ചോദിച്ചു ദിലീപിനോട്, എടാ നീ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞു ഇല്ലിക്ക എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അത് കൺഫേം ആയി. പിന്നെ അതിന്റെ മുകളിലൊരു, കാരണം ഇക്കാനോട് ദിലീപ് നുണ പറയില്ല, മനസ്സിലാവുണ്ടോ? ആ തരത്തിലാ. പിന്നെ പുള്ളി വന്നിട്ട് പുള്ളി ഇക്കയായി. അത് കഴിഞ്ഞ് മോഹൻലാൽ മറ്റേ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നു? ഇദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് ആവുന്നു. ഓക്കെ, അങ്ങനെ പുള്ളി ആ പൊസിഷനിൽ എത്താണ് ഫൈനലി. ഗായ്സ് അദ്ദേഹം അവിടെ എത്തി, ആ സ്ഥലത്ത് എത്തി. സെക്രട്ടറിയാ പുള്ളി, പ്രസിഡന്റ് മോഹൻലാൽ. ആരാണ്ടാ സെക്രട്ടറി? പ്രസിഡന്റ് അപ്പോഴും മോഹൻലാൽ തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇയാൾ ആ സ്ഥാനം ആരെ മാറ്റിയിട്ടാന്നറിയോ? ബാബു. ഇന്റർവെൽ ബാബു മാറിക്കഴിഞ്ഞാൽ വരുന്ന പൊസിഷനാണ്. അപ്പൊ ഇയാൾ അവിടെ എത്തി, മനസ്സിലാവോ? ബുക്കൊക്കെ ഇവർ രണ്ടുപേരുടെയും പുസ്തകം ഇറങ്ങി. ഇന്റർവെൽ ഇല്ലാതെ ബാബു, അഭിനയം അറിയാതെ സിദ്ദിഖ്. ഇന്റർവെൽ ഇല്ലാതെ ബാബു, അഭിനയം അറിയാതെ സിദ്ദിഖ്. ഓക്കെ, കൊള്ളാം. നല്ല രസമുണ്ട്. പൊസിഷനിൽ എത്തുന്നുണ്ട്. ആ പൊസിഷനിൽ എത്തിയപ്പോൾ ഇയാൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോഴാണ് തന്റെ മറ്റേ വീഡിയോ ഇറങ്ങുന്നത്. ഏത് മോഹൻലാൽ അവിടെ വന്നതുമായിട്ട് ബന്ധപ്പെട്ട്, വയനാട്ടിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലേറ്റഡ് ഫ്രീഡം വെച്ചിട്ട് പുള്ളി ഒരു സാധനം അടിച്ച് തന്നെ അങ്ങ് കീഴ്പ്പെടുത്തി. ഇനിയിപ്പോ ഇവരുടെ ഇടയിൽ ഒരു സ്റ്റാർ ആയി മാറി. മനസ്സിലാവുള്ളത് പുള്ളി ഒരു പ്രവർത്തനം നടത്തിയത് ആസ് എ സെക്രട്ടറി. എന്തൊരു ഊളായിരിക്കും. പോയി പിടിച്ചിട്ട് വരാം, ഇപ്പൊ കാണിച്ചു തരാം ചേട്ടാന്നൊക്കെ ഓടിച്ചു കിട്ടി. അപ്പൊ തന്നെ ആദ്യം 6 പരാതി, തനിക്കെതിരെ പരാതി. ഇതൊക്കെയാ പുള്ളിയുടെ പവർ. ഇവരുടെ ഒരു അവസ്ഥ ചക്കാന്ന് കേട്ടപ്പോ വിഷമം. അതിലോട്ട് വരാം. ഈ താനൊന്ന് ആലോചിച്ചോണേ, ഇയാളുടെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചോണേ. ഇയാള് ഇതിന്റെ ബുദ്ധിമുട്ടിരിക്കുന്ന അവിടെ ഒന്നും അല്ല. ഇയാൾ പരാതി തനിക്കെതിരെ കൊടുക്കുന്നു, തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, പിടിപ്പിച്ചു, എന്തും പറയാന്നൊക്കെ ആരും വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു. ഭയങ്കര ഐറ്റമൊക്കെ ഇറക്കുന്നു. എന്നിട്ട് ഇവിടെ ചാനൽ ചർച്ചയിൽ ഫുള്ള് തന്നെ പിടിച്ചതിൽ ഇവിടെ സന്തോഷം കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആവുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ നല്ല ജാമ്യത്തിൽ വിടുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹേമ കമ്മിറ്റി മേജർ രവി അകത്ത് പോകുന്നു.
അത് കഴിഞ്ഞിട്ടാണ് യമ കമ്മിറ്റി 1/1 ആയിട്ട് പിന്നെ സിദ്ദിഖൊക്കെ ഒരു മുങ്ങിയിട്ട് പൊങ്ങിയിട്ടില്ല. പിന്നെ മമ്മൂട്ടിയുടെ ഇടയിലൊക്കെ പോയി ഒളിച്ചിങ്ങനെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ അവിടെ എല്ലാം ചിരിക്കുക. മരണ വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഇങ്ങനെ ഇളിച്ച് കാണിക്കുക. ഉളുപ്പില്ലാത്തവൻ. ഇങ്ങനെ നടക്കാൻ ഒരു ഉളുപ്പ് വേണോടോ. വീട്ടിലെങ്ങാനും അടങ്ങി ഒതുങ്ങിയിരുന്നാൽ കുഴപ്പമില്ല. ഇങ്ങനെ എന്തിനാ ഈ ചടങ്ങിനൊക്കെ വിളിച്ചു വരുത്തുന്നത് ഇങ്ങനത്തെ നാറികളെയൊക്കെ? അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത്രയൊക്കെ ആയിട്ട് മോഹൻലാലിനെതിരെയൊക്കെയുള്ള ഒരു സാധനം പുറത്ത് വരാതിരിക്കാനും വീണ്ടും പണിയെടുക്കാൻ അറിയാവുന്നവനാണ് മോഹൻലാൽ എന്നൊക്കെ ഉള്ളതാണ്. മനസ്സിലാവുണ്ടോ? ഒരു സാധനം വെളിയിൽ വന്നിട്ടില്ലല്ലോ. ഒന്നും ചെയ്യാത്ത നീറ്റ് മനുഷ്യൻ. ആർക്കും വരാതില്ല. മമ്മൂട്ടിയെ പറ്റി ഒരു ഭയങ്കര നീറ്റ്, സുരേഷ് ഗോപി നീറ്റ്, മോഹൻലാൽ നീറ്റ്, സിദ്ദിഖ് മാത്രം. സിദ്ദിഖ് മുകേഷൊക്കെ മോശക്കാര്. ജഗദീഷ് നീറ്റാ. അങ്ങനെ കുറച്ചുണ്ട്. ഇന്ദ്രൻസ് നീറ്റ്. ജഗദീഷ് ശരിക്കും നീറ്റ് ആയതുകൊണ്ടാണ് ജഗദീഷ് അങ്ങനെ നടക്കണം. അല്ലെങ്കിൽ ജഗദീഷിന് കിട്ടിയാലും മതി. നമ്പർ ഇറക്കിയാണ്. കമ്പനി ഒന്നുമില്ല ജഗദീഷ്. ജഗദീഷ് ഒരു പ്രത്യേക പൊസിഷനിലാണ് നിൽക്കുന്നത്. അയാള് ജോലിയൊക്കെ ചെയ്തിട്ട് പോവായിരിക്കും. വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു മനുഷ്യരൊക്കെ അതുമല്ല, പുള്ളി പണി കഴിഞ്ഞങ്ങ് പോവായിരിക്കും. ഇവരുടെ കമ്പനിയിൽ ഇരിക്കത്തില്ലായിരിക്കും. കള്ളുകൂടിയില്ല, മദ്യപിക്കില്ല ഇയാള്. അപ്പൊ ഇതിനകത്ത് ചേരില്ല. കള്ള് കുടിക്കാതെ ഉള്ള സർക്കാസം അടിച്ചു പോകുന്ന ആളാ പുള്ളി ഇതിനകത്ത് നിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ അത്ര ഓക്കെ അല്ല ഇവർക്കൊന്നും. ശ്രീനിവാസന് അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? ശ്രീനിവാസൻ ഈ പറഞ്ഞ കമ്മ്യൂണിസം ഉണ്ട്. കമ്മ്യൂണിസം ഇടതുണ്ട്. അപ്പൊ ഇടതുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇയാൾ കുറച്ച് റിബലായിരിക്കും. അപ്പൊ കുറച്ച് റിബൽ തമാശകൾ കേൾക്കേണ്ട ഒരു മനസ്സിലുണ്ടോ? ചെറിയ ചെവടത്തടിയൊക്കെ കിട്ടും ഡയലോഗിലെ. ശരിയാ. ഇവന്മാര് മറ്റേ ടൈപ്പ് കൊണച്ച കോമഡി ആയിരിക്കുമല്ലോ. ഇപ്പുറത്ത് വേറെ പാവപ്പെട്ടവരുണ്ട് അവനെ കളിയാക്കുന്ന കോമഡി ആയിരിക്കും. ഏതാ ഇവൻ വലിയ പുള്ളിയായിട്ട് ഇരുന്നിട്ട് താഴോട്ടടിക്കുന്ന ഒരു കോമഡി ഉണ്ട്. ഇപ്പൊ ബോച്ചടിക്കുന്ന പോലെ. വല്ല പെമ്പിള്ളേരുടെ അടുത്ത് വന്ന് നിന്ന കൊണയ്ക്കുന്ന ആ വർത്താനം പറയാനൊക്കെ ഇവന്മാർക്ക് അറിയത്തുള്ളായിരിക്കും. ഇവിടുന്ന് ഈ താഴേക്കടയിലെ പെർസ്പെക്റ്റീവ് അടി മുകളിലോട്ട് കൊടുക്കുന്ന സ്ഥലമാണ് ശ്രീനിവാസൻ. നായരാന്നൊക്കെ പറഞ്ഞാൽ വേറെ സാധനം വെച്ച് കൊടുക്കും. അതെ, അത് ശരിയാട്ടോ. അങ്ങനത്തെ ഒരു കോമഡിയാണ് അവിടെ നിന്ന് വരുന്നത്. ഇവന്മാർ അങ്ങനല്ല. ഇവന്മാരെല്ലാം വലിയ പുള്ളികള്. സാറുമാരുന്ന് കോമഡി അടിക്കുമ്പോൾ കുറെ കൂളകൾ ചിരിക്കത്തില്ലേ? ആ ഒരു നിലവാരമൊക്കെ ഇവന്മാർക്ക് കാണത്തുള്ളൂ. ഈ മമ്മൂട്ടിയുടെ കോമഡിക്ക് പ്രത്യേകതയുണ്ട്. പിഷാരുടെ വിളിച്ചു വരുത്തും. മമ്മൂട്ടി പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? കോമഡിയൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ചിരിക്കണം. തൊലിഞ്ഞ കോമഡി ഒന്നും പറയാൻ പോലും പറ്റാത്ത മനുഷ്യരില്ല. കോമഡി ചില കോമഡിയൊക്കെ കേൾക്കണം. നല്ല കമ്പി കേട്ട് ഇതുപോലെ ആൾക്കാർ മടുത്തിട്ടുണ്ടാവും. ഏതോ ഒരു ഇയാളെ കമ്പി ലോഡ് കണക്കിന് ഇറക്കണമെന്ന് പറയണം. കൂടെയൊക്കെയുള്ള മനുഷ്യരുടെ പരസ്യത്തിനകത്ത് വരെ ഉണ്ടെന്ന്. കമ്പിയുടെ പരസ്യത്തിനകത്തുണ്ടെന്ന്. മമ്മൂട്ടി ഇടയ്ക്ക് പോയി ഇരിപ്പുണ്ടാകുന്ന ഏതോ കമ്പിയുടെ പരസ്യത്തിൽ. വേറെ കമ്പി. ഇവൻ്റെയൊക്കെ അളിഞ്ഞ കോമഡി കേൾക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ വിചാരം ഇവനെന്തോ കോമഡി പറയുവാന്ന്. എങ്ങനെയൊക്കെ ആയിപ്പോയി. ശരിയാണ്. എന്ന് വെച്ചുകൊണ്ട് ഇവൻ്റെയൊക്കെ തീട്ടം താങ്ങാൻ അവിടുത്തെ കുറേ അത്രയും ഇറമൂളികളെ കാണത്തുള്ളൂ ചുറ്റും. ഇവനൊക്കെ അത്രയും കമ്പനിയാണോ. തിരിച്ചെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കമ്പനി വിടും. മനസ്സിലായോ? അതിനുള്ള സെൻസൊക്കെ ഉള്ളൂ. അപ്പോഴാണ് പൊക്കിക്കൊണ്ട് വന്നേക്കാം. അപ്പോൾ അവനെ ചിരിക്ക് അവനെ പിടിച്ചിരുത്താൻ പറ്റിയ സ്ഥലം. മമ്മൂട്ടിക്ക് നാണോ ഉണ്ട്? മമ്മൂട്ടിക്ക് എത്ര ബോധമില്ല. മമ്മൂട്ടി ഇനിയിപ്പോൾ അഥവാ മമ്മൂട്ടിയുടെ അറിവോട് കൂടിയല്ല അവിടെ വന്നെങ്കിൽ പോലും അവിടെ ഇടപെടണം, മാറിക്കാൻ പറയണം. അതൊന്ന് മാറിക്കോളാൻ പറയണം. അത് വേണ്ട. ആ റെസ്പോൺസിബിലിറ്റി മമ്മൂട്ടി ആ ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ, ഒരു മിസ്ബിഹേവിയർ ആയിപ്പോയി. ഒരു സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് മമ്മൂട്ടി ഈ തരത്തിലൊന്നും പെരുമാറുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അല്ലെന്നേ, ഇപ്പൊ മമ്മൂട്ടിയെ പറ്റി പറയുമ്പോൾ ഇവര് തടിയെന്ന് വിളിച്ചു, കഷണ്ടി എന്ന് പറഞ്ഞ ഒന്നും ഒരു സീനല്ല. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള സകല പെൺകുട്ടികളും, അതായത് അവരുടെ ഏതൊരു പെൺകുട്ടിയുടെ ഈ പറഞ്ഞ പോലെ നേരിടുന്ന ഒരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ സിറ്റുവേഷനിൽ പെട്ടൊരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വൃത്തികെട്ടൊരു പരിപാടിയാണ് മമ്മൂട്ടി ചെയ്തേക്കുന്നത്. മമ്മൂട്ടിയെ പോലത്തെ ഒരാൾ, മനസ്സിലായല്ലേ? മമ്മൂട്ടി വലിയ മമ്മൂട്ടിയാന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കൊച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് ഈ സങ്കടം മുഴുവൻ കേരളം മുഴുവൻ കേട്ടിട്ട് അവനെ പിടിച്ച് കൂടിരുത്തുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ പൊക്കോ, ഒതുക്കത്തിലൊക്കെ വേണേൽ കാണുമോ, വിളിക്കുവോ, അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവോ, എന്ത് വേണേൽ കാണിച്ചു വേണേൽ ഒന്നും ചോദിച്ച് നിസ്കരിക്കുവോ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ പബ്ലിക്കായിട്ട് സ്റ്റേജിൽ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ ഇളിച്ച് കാണിപ്പിക്കുക എന്ന് പറയുന്നതാണല്ലോ തെണ്ടിത്തരമാണ്. അത് മമ്മൂട്ടി ഒരു കാണിച്ചേക്കുന്ന ഇതുവരെ കാണിച്ചേക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ടവരുടെയായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവൻ അത്രയും ഒരുത്തനാണ്. അല്ലേ പിന്നെ നിങ്ങൾ ആ പെണ്ണ് പറയുന്നത് വിശ്വസിക്കുന്നില്ലെന്ന് പറയണം. ഞാൻ വിശ്വസിക്കും, എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ആ പെങ്കൊച്ച് പറഞ്ഞത് ശരിയാണെന്നേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? തെറ്റാന്ന് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ, കുഴപ്പമില്ല. ഇനി കോടതി തെളിയിക്കുമ്പോൾ നമുക്ക് ഇയാളെ കുറ്റക്കാരെന്നൊക്കെ വിളിക്കാം. കോടതിയിൽ തെളിവോ കാര്യങ്ങളോ വരുന്നതിന് മുമ്പ് തന്നെ ഒരു പെങ്കൊച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കും. ആ പെങ്കൊച്ച് കള്ളം പറഞ്ഞല്ല, അവളവിടെ ദുരിതങ്ങളെല്ലാം നമ്മൾ കേട്ടു. കേരളത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ പറഞ്ഞ കാര്യത്തിൽ? അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ തെളിയിച്ച് കുറ്റം തെളിയിച്ചിട്ട് ഇയാളെ ജയിൽ ശിക്ഷയോ എന്തോ വെച്ചാൽ കൊടുക്കാതിരിക്കുമോ, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. പിന്നെ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയി മാറും, കുറേ സമയമെടുക്കും. അതൊക്കെ ഇതിനകത്തുള്ളത്, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കും. നിയമത്തിൻ്റെ പ്രൊസീജിയർ അങ്ങനെ. പക്ഷേ ആ പെങ്കൊച്ച് പറഞ്ഞത് കള്ളമാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് എന്ന രീതിയിലൊന്നും ഇയാളെ കൊണ്ടു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ?
എനിക്ക് അത് വെറുതെ ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇയാളെ നമുക്ക് കൂടെ നിർത്താൻ പറ്റത്തില്ല. കാരണം അത് ആ പെങ്കൊച്ചിനോട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് പെൺകുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ഹണിറോസിൻ്റെ കേസിൽ പറഞ്ഞാൽ ഇവർ അമ്മ സംഘടന അങ്ങ് വന്ന് അമ്മ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നു, AMMയുടെ പിന്തുണയുണ്ടെന്ന്. എന്നിട്ട് അടുത്ത ദിവസം മറ്റവനെ പിടിച്ച് കൂടിരുത്തിയേക്കുന്നു, അമ്മയുടെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞുകൊണ്ട്. സെക്രട്ടറി സ്ഥാനമൊക്കെ പോയി, എന്നാൽ പോലും അമ്മയുടെ മറ്റിടത്തു നിന്ന് അവനെ സപ്പോർട്ട് ചെയ്യും, ഇവളെ സപ്പോർട്ട് ചെയ്യുന്നു. മോഹൻലാൽ പറഞ്ഞവരുണ്ട് മറ്റേ ദിലീപിന്റെ കേസ് മക്കളാണ്. അപ്പോൾ മകൾക്ക് വേണ്ടി മകളുടെ കൂടെ നിൽക്കും, മകന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഇത്തിരി ഊളത്തരം പറയാനൊക്കെ ഇവന്മാരെ കൊണ്ട് കൊള്ളത്തുള്ളൂ. ഇവന്മാരെല്ലാം ഇത്തിരി ഒരേ ടൈപ്പാ. പിന്നെ ഒരുത്തിനെ പിടിച്ചു വേറൊരുത്തിനെ പിടിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വലിയ മാന്യനൊന്നും ഇല്ല ഇവിടെ. ഈ അണ്ണന്മാരൊക്കെ മറ്റേ ലിസ്റ്റിലുണ്ട്, മനസ്സിലായോ? കാണും, എല്ലാവരുടെയും പേര് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. അതുകൊണ്ടാണ് മിണ്ടായി. അല്ലെങ്കിൽ നാളെ ഈ സാമാനം പുറത്തും വരും, അതും വരും. ശരി, കാലാകാലത്തേക്ക് മറ്റേ ലോകാവസാനം വരെ ടിൽ ദ എൻഡ് ഓഫ് ദി ടൈം ഇത് അടച്ചു പൂട്ടി വെക്കാൻ പറ്റുമൊന്നുമില്ല. വേറൊരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഇത് ഇങ്ങനെ വന്നില്ലേ പോലുണ്ടല്ലോ, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ വരും. കാരണം അപ്പൊ കുറെ പേര് വരും. അല്ല, ഇതിന്റെ കാര്യമല്ലേ ഹേമ കമ്മിറ്റി വേണ്ടാന്ന്, അല്ല തന്നെ ഞാൻ പറയുവാന്ന്. ഇവനൊക്കെ ഒന്ന് മരിച്ചു കഴിയുമ്പോൾ കുറച്ചാൾ ഇങ്ങനെ ആദ്യം കുറച്ചാൾ ഭയങ്കര സെന്റിയൊക്കെ വെച്ച് ഭയങ്കര സ്റ്റാറാന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കും. പിന്നെ ഇങ്ങോട്ട് കേൾക്കാൻ പോകുന്ന കഥ ഓരോരുത്തർ പറയാൻ തുടങ്ങും. പക്ഷെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഈ അത് അപ്പം പോലും ചിലപ്പോൾ കുറച്ച് പേരും ഉണ്ടായിരിക്കും, ഇനിയും ഉണ്ടായിരിക്കില്ല. ഈ ഹേമ കമ്മിറ്റി വന്നതുകൊണ്ട് ഇല്ലടോ കുറച്ചുകൂടി ഒരു എഫക്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനല്ല, ഇത് പേടിച്ചിട്ട് പറയാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർ ജീവിച്ചിരിക്കുമ്പോൾ സൂക്ഷിക്കണം, പറയാൻ പേടിയായിരിക്കും. അവർ ചിലപ്പോൾ അവനവിടെ ഉണ്ടല്ലോ, അവൻ വർക്ക് ചെയ്യും. പക്ഷേ മരിച്ചു പോയി കഴിഞ്ഞാൽ വർക്ക് നടക്കത്തില്ല. അതും മരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും എവിടെ നിന്നേലും ഒരാൾ പറയുന്നത്. അങ്ങനെ പിന്നെ ഇതുപോലത്തെ കുറേ അടഞ്ഞ വാർത്തകൾ കേൾക്കാൻ പറ്റും ഇവരെ പറ്റി. അതൊക്കെ അന്ന് ഓടുകയും ചെയ്യും, പറയുകയും ചെയ്യും. പക്ഷേ ഇയാൾ മരിച്ചു പോയതുകൊണ്ട് അയാൾക്ക് വലിയ ഹാമില്ലെന്നേ ഉള്ളൂ. പക്ഷേ അയാളുടെ ബാക്കിയുള്ള ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് മക്കൾ, ഭാര്യ, കുടുംബം, ഇവർക്ക് നാണക്കേട് ഇവരുടെ കഥ വരുമ്പോൾ. പഴയ നടന്മാരെ പറ്റി ഇത്രയും വരത്തില്ല അന്ന്. കാരണം ഈ നസീറും അവരുടെ കാലഘട്ടം അത് വേറൊരു കാലഘട്ടമാണ്. അന്ന് ഇത്രയും അലമ്പില്ല. ഇവന്മാരാണ് ഏറ്റവും കൂടുതൽ അലമ്പുണ്ടാക്കിയേക്കുന്നതിനകത്ത്. ആ ഒരു പീരീഡ് ഉണ്ടല്ലോ ഇവരുടെ ആയ കാലം എന്ന് പറഞ്ഞ സമയം തൊട്ട് ഇങ്ങോട്ട് ഇത്രയും വരെ നല്ല അലമ്പാണ്. മറ്റേ കൂതറ ക്യാരക്ടേഴ്സ് ഇവരുടെ. പഴയ ആൾക്കാരുടെ സ്വഭാവം അല്ല ഇവരുടെ, അതുകൊണ്ട് വ്യത്യാസമുണ്ട്. പക്ഷേ ന്യൂ ജനറേഷൻ ഇപ്പോൾ വന്നേക്കുന്നവന്മാരെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. ഇപ്പോൾ MDMA എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് കിടന്ന് കറക്കത്തേ ഉള്ളൂ, എല്ലാം കഞ്ചാവ് അടിച്ചെന്ന് പറയുന്ന കംപ്ലൈൻറ്റ്. അല്ലാതെ ഇത്തിരി തറയുണ്ടല്ലോ, ഈ തറ, ഇതൊരു തറ അതിക്രമങ്ങളില്ല, ഇവരും ഇല്ല. ഈ മക്കളാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ മക്കൾ നല്ല സ്കൂളിലൊക്കെ പഠിച്ച് വളർന്ന ആൾക്കാർ, ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഇവന്മാർക്ക്. പിന്നെ പുതിയ ആൾക്കാർക്ക് പൊതുവേ കുറച്ചുകൂടെ ബോധമുണ്ട് ഇവരെക്കാളിലും. ഇവന്മാർ തറകളാണ്, ഇവന്മാർ കള്ളുകൂടിയന്മാരുമാണ്. വലിയ വിദ്യാഭ്യാസം ഇല്ല, വെറും കച്ചറ കളിച്ച് നടന്ന കുറേ എണ്ണത്തിന് കാശ് കിട്ടിയപ്പോൾ ഉണ്ടാകുന്ന കുന്തപ്പോയി കാണുന്നത്. അതേ ഇവന്മാരുടെ ഉള്ളൂ. ഇവരെന്തോ കാണിച്ച് വേറെ ഇവർ ചെയ്തെന്തോ അല്ല. ഇവന്മാരുടെ സിനിമകൾ തന്നെ നോക്ക്, ഇവന്മാരൊപ്പിച്ചുകൊണ്ട് വന്ന സാധനം. ഈ സിനിമാടന്മാരെല്ലാം കൂടെ പവറിലായി കഴിഞ്ഞിട്ട് സൂപ്പർ സ്റ്റാറും ആയി കഴിഞ്ഞിട്ട് കാണിച്ച സിനിമകളാണ് നമ്മൾ കാണുന്ന പൊട്ട സിനിമകൾ മൊത്തം. ഇവന്മാർ സ്റ്റാർ ആവുന്ന സമയത്ത് കൊള്ളാവുന്ന ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഉണ്ടാകുന്നതുകൊണ്ട് നടന്നു പോയതാണ്. നല്ല കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം. ഇവനൊക്കെ കയറി ഇവന്മാർ എപ്പോ ഇതിനകത്ത് കൈവച്ചോ, അതായത് ഇന്ന ക്യാരക്ടർ വേണം, എനിക്ക് ഇന്ന പോലെ ആവണം, ഇന്ന ആളെ അഭിനയിക്കാവൂ, തീരുമാനങ്ങളൊക്കെ നടന്മാരെടുത്തു തുടങ്ങിയപ്പോൾ മലയാള സിനിമ പൊട്ടി നശിച്ച് നാശമായിട്ട് കൂതറ സിനിമകളും ഇവിടുത്തെ തറ എൻ്റർടൈൻമെൻറ്റുമായിട്ട് മാറി. ഇവിടുത്തെ തറകൾക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടുന്നുള്ളൂ. നമ്മുടെ ഉള്ളിലൊരു തറയുണ്ടെങ്കിൽ നമുക്ക് മോഹൻലാലിൻ്റെ സിനിമ ഇഷ്ടപ്പെടും. മമ്മൂട്ടിയുടെ സിനിമ അങ്ങനെ തന്നെയാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കുറേ തറപ്പടങ്ങൾ ആ സമയത്ത് ഒത്തിരി ഉണ്ട്. മമ്മൂട്ടിയുടെ തറകൾ കൂടുതലും ആ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഇവൻ സൂപ്പർ സ്റ്റാർ ആയി. ഇവർ പറയുന്ന പോലെ ഇവന് കൂളിംഗ് ഗ്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് വെക്കാം എന്ന് വെച്ചോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറും അതിന് പറ്റിയ കഥയുള്ള സംവിധാനം ഉണ്ടായപ്പോൾ തൊട്ട് പന്ന സിനിമകൾ കാണാൻ തുടങ്ങി. വല്ലപ്പോഴും ഒരിക്കലും കൊള്ളാൻ നേരത്തിനോട് പോയി മമ്മൂട്ടി എപ്പോഴും അഭിനയിക്കും, മോഹൻലാലിന് അതും ഇല്ല. പക്ഷെ ഇപ്പോൾ മമ്മൂട്ടി കാണിച്ചത് തെണ്ടിത്തരവാ. അത് മമ്മൂട്ടിയുടെ മോളോടൊന്ന് ചോദിച്ചു നോക്കുക, അല്ല മരുമോളോട് ചോദിക്കുക, അന്വേഷിക്കുക ഇവനൊക്കെ എവിടെയെങ്കിലൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോന്ന്. അത് തന്നെ ഇവനൊക്കെ പറയുമ്പോഴേ അങ്ങോട്ടാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കണം. ഇങ്ങനെ ഒരു റൂമിൽ വിളിച്ച് കയറ്റിയിട്ട് നിൻ്റെ മോള് മറ്റേ കൊച്ചിൻ്റെ സ്ഥാനത്ത്, എന്നിട്ട് അവളോട് ആക്ട് ചെയ്യാൻ പറയണം. ആ സീൻ സിനിമയിലൊക്കെ കണ്ടാൽ ഭയങ്കര വിഷമം ഇവിടെ ഉള്ളവർക്ക്. ഇതൊക്കെ ഇങ്ങനത്തെ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളോട് ചോദിക്കണം. ദുൽഖറിന്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി, അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇക്കാട് ഒന്നുകൂടെ ഒന്ന് അവതരിപ്പിക്കാൻ പറ. ഈ പരിപാടി ഒന്ന് അവതരിപ്പിച്ച് കാണിച്ച് മോളൊന്ന് കാണട്ടെ എന്ന് പറ. അത് അഭിനയിച്ച് കാണിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കണം, അല്ലേ? അല്ലാതെ മറ്റേത് കാണിക്കണ്ട, ഒറിജിനൽ കാണിക്കണ്ട.
ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ. അവർ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് മറ്റേ ഇക്കയോട് പറയണമെന്നുണ്ട് അന്ന് നീ ആ പെങ്കൊച്ചിനോട് കാണിച്ച് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറയണം. അല്ലെ മോനോട് പറ മോളുടെ അടുത്ത് ഇത് കാണിക്കാൻ, ഇങ്ങനെയൊക്കെ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കുക. ഇതൊക്കെ ഒരു ആക്ടിങ് ആണല്ലോ, ആക്ടിങ് ഇസ് റീ ആക്ടിങ്. അഭിനയമാണല്ലോ ജീവിതം. അതങ്ങനെ അഭിനയിച്ചൊന്ന് നോക്കാൻ പറയണം ഒരു മുറിക്കകത്ത് ഇങ്ങനത്തെ സെറ്റപ്പിൽ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും, ചിലപ്പോൾ നിനക്ക് മനസ്സിലാവും എന്താ ബുദ്ധിമുട്ട്. നിനക്ക് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളായിരിക്കും. അല്ലെ ഇവൻ്റെ കൂടെ വരത്തില്ല, ഇവ ഈ ഇത്ര ഉളുപ്പില്ലാത്ത പണി കാണിക്കത്തില്ല. മമ്മൂട്ടി എന്നല്ല ഒരു തെണ്ടിയും കാണിക്കത്തില്ല. അത് അല്ലെ മര്യാദയ്ക്ക് മാറിയിരുന്നോ, അല്ലെ ഈ പരിപാടിക്ക് വരരുത്. ആ സിദ്ധിക്ക് വരരുതെന്നുള്ള മനസ്സിലായില്ലേ? സിദ്ധിക്ക് ഇങ്ങനെ നിരങ്ങരുത്. ഇനിയുള്ള നാട്ടിലുള്ള പരിപാടിക്ക് എല്ലാം പോകണം, അവിടെ എല്ലാം ചെന്ന് ബാക്കിയുള്ളവരെ കൂടെ നാണം കെടുത്തണം. ഈ സൊസൈറ്റിയിൽ ഇറങ്ങി അവൻ എന്തിനു ഇനി ഇത് കാണിക്കുന്നത്? അവൻ മാന്യത കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബുദ്ധിമുട്ടുള്ളത് നമ്മൾ പറയും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടിപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമുക്ക്, അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഏതാ മറ്റേ എന്താ റെഗുലേറ്റഡ് പറി, റെഗുലേറ്റഡ് മാങ്ങ പറി, ചക്ക പറി, പിന്നെന്താ പറയാ ചെളികുത്ത്. ചെളികുത്ത് അവർക്കറിയാവുന്നത് അവര് നമ്മളോട് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ല ഇവിടെ. എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും നീ വലിഞ്ഞു കയറി ചെല്ലുന്നത് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ഉളുപ്പില്ലാത്തവരാണ്. സാമാന്യ ബോധമുള്ള മനുഷ്യർ അതിന് പറയുന്നത് എന്നാണ് കോമൺ സെൻസ് എന്ന് പറയുക. കോമൺ സെൻസ്. നിനക്ക് റെഗുലേറ്റഡ് കോമൺ സെൻസ് വേണം, മനസ്സിലായോ? അല്ലെങ്കിൽ നിനക്ക് ഇത് മനസ്സിലാകത്തില്ല. റെഗുലേറ്റഡ് ഫ്രീഡം മാത്രമല്ല നമുക്കുള്ളത്, നമുക്ക് റെഗുലേറ്റഡ് കോമൺ സെൻസ് കൂടെ വേണം. റെഗുലേറ്റഡ് ഉളുപ്പില്ലായ്മ, റെഗുലേറ്റഡ് നാണം ഇല്ലാത്തവൻ, പിന്നെന്താ റെഗുലേറ്റഡ് നാറിത്തരം, റെഗുലേറ്റഡ് ഇക്ക. നമുക്ക് വേണ്ടത്. അതെ അതെ അതെ, നമുക്ക് റെഗുലേറ്റഡ് നാറിത്തരം വേണം കേട്ടോ. നാറിത്തരം കുഴപ്പമില്ല, പക്ഷെ റെഗുലേറ്റഡ് നാറിത്തരേ പാടുള്ളൂ. മനസ്സിലായോ? അതായത് എന്ത് ഊളത്തരം കാണിക്കുന്നതിനകത്തും അതിനകത്തൊരു മര്യാദ ഉണ്ട് കേട്ടോ. അതുണ്ട്. അതില്ലാത്തവനവനൊക്കെ. അതെ, കറക്റ്റ്. സിദ്ദിഖിനൊന്നും അല്ല, ഇതിന് വരത്തില്ല. നമ്മളെ റെഗുലേറ്റഡ് ഫ്രീഡം പഠിപ്പിക്കാൻ വരത്തില്ല, ഉറപ്പാണ്. അല്ലേ? ഇത്ര കഴിഞ്ഞിട്ട് ഈ എല്ലാം ചെയ്ത് വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ ഇവൻ എന്താ വിചാരിച്ചത്? ഈ വാർത്ത നേരത്തെ നമ്മളാരും വാർത്ത വായിക്കാത്തവരും നമുക്കൊന്നും ഇത് അറിയാത്തത്. ഞാൻ ഈ സമ്പത്തിന്റെ വാർത്ത ഞാൻ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ ഈ വാർത്ത കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് പഴയ വാർത്ത തൊട്ട് ഇങ്ങോട്ട് അറിയാം. ഇവനെപ്പറ്റി പല വാർത്തകളും നമുക്കറിയാം, ഇല്ലേ? വാർത്തകളുണ്ട്. എന്നെപ്പറ്റി ഇങ്ങനത്തെ വാർത്തകളൊന്നുമില്ല. ഒരു CBI എന്നെ അന്വേഷിച്ചിട്ടില്ല. അവൻ വന്നിട്ട് എന്നെ പഠിപ്പിക്കുക അങ്ങനെ എല്ലാവർക്കും എന്തും പറയാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴേ എനിക്ക് ഇവനോടുള്ള പുച്ഛം തുടങ്ങും. കാരണം ഞാൻ പൊട്ടനല്ലല്ലോ, ഞാനിതൊക്കെ കാണുന്നവനല്ലേ, ഞാനിതൊക്കെ അറിയുന്നവനല്ലേ, ഞാനിതൊക്കെ കേട്ടിട്ടുള്ളവനല്ലേ. അപ്പോൾ എൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരുത്തം വന്നിട്ട് എന്നോട് പറയുക അങ്ങനെ എല്ലാവർക്കും എന്തും പറയാവോ, ഇവിടെ റെഗുലേറ്റഡ് ഉള്ളെന്നൊക്കെ. അവൻ റെഗുലേറ്റഡിൻ്റെ ആളാണ്. അവൻ്റെ റെഗുലേഷനൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. ഇവൻ കിടന്ന് കൊണകൊണമെന്ന് പറയുമ്പോൾ അല്ലേ എനിക്ക് പുച്ഛം തുടങ്ങും. അപ്പം തന്നെ നമുക്ക് പുച്ഛിക്കാനേ വരത്തുള്ളൂ. ഇവൻ എന്നോട് പറയാൻ. അല്ല, ഇവൻ ഏത് അമ്മയുടെ മറ്റേതാണെന്നൊന്നും അല്ല നമ്മുടെ പ്രശ്നം. ഇവൻ ആരാ